രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പോകാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഏപ്രിൽ 19-ന് രാജ്യത്ത് പോളിംഗ് ബൂത്തിലേക്ക് ആദ്യമായി ജനങ്ങൾ എത്തുമ്പോൾ 1.5 മാസം നീണ്ടു നിൽക്കുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മഹോത്സവത്തിന് കൊടിയേറുകയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അനവധി ചോദ്യങ്ങൾ ഉയർത്തുന്നു. മുമ്പെങ്ങും ഇല്ലാത്ത വിധം രണ്ടു പാർട്ടികൾ ഏറ്റുമുട്ടുമ്പോൾ അതിൽ ഒരു പാർട്ടി ജീവൻ മരണ പോരാട്ടത്തിലും അതിന് താഴെ ചില പാർട്ടികൾ ഈ മുൻപോട്ടുള്ള ആ ഗതി എന്താകുമെന്നുള്ള പോരാട്ടത്തിലുമാണ്. ഇവിടെ നമ്മൾ പ്രസക്തമായ ഒരു ചോദ്യം, ഇക്കാലം അത്രയും നമ്മുടെ രാജ്യത്തെ നിയന്ത്രിച്ചിരുന്ന ഒരു കുടുംബം, ഒരു രാഷ്ട്രീയ കുടുംബം, ആ കുടുംബത്തിന് എന്തു സംഭവിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഒരു ഡിബേറ്റിൽ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ കെ വി രാജശേഖരൻ, കോൺഗ്രസ് നേതാവ് ഫൈസൽ കുളപ്പാടം, ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ പ്രജീഷ് നിർഭയ തുടങ്ങിയവർ നമ്മളോടൊപ്പം ചേരുന്നു. നമുക്ക് ആദ്യം തന്നെ പ്രജീഷ് നിർഭയോട് തന്നെ ചോദിക്കാം. നമുക്കറിയാം, ഈ രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന രാജ്യം കാണുന്നത് രണ്ട് രാഷ്ട്രീയ പാർട്ടികളെ മാത്രമാണ്. ഒന്ന് BJP, കോൺഗ്രസുമാണ്. ഈ രണ്ട് പാർട്ടികൾ തന്നെയാണ് ദേശീയ പാർട്ടികളും ഏറ്റുമുട്ടുന്ന പാർട്ടി. ഇവിടെ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നാം ഏവരും ചോദിക്കുന്ന ചോദ്യം ഗാന്ധി കുടുംബത്തെ കുറിച്ചായിരിക്കും. ഗാന്ധി കുടുംബം എന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധിയുടെ കുടുംബമല്ല. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും അടങ്ങുന്ന ഗാന്ധി കുടുംബത്തെ കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ ഏവരും ഉയർത്തുന്ന ചോദ്യങ്ങളുണ്ട്. സോണിയാഗാന്ധി എവിടെ മത്സരിക്കുന്നു, രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കുന്നു, പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമോ എന്നുള്ള അനവധി ചോദ്യങ്ങളാണ് നമുക്ക് ഉയർന്നു വരുന്നത്. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ചിത്രങ്ങളിൽ ഒന്നും തന്നെ ഇവരുടെ ആരുടെയും പേരില്ല. കാരണം അനാരോഗ്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് പോയിരിക്കുന്നു. സോണിയാഗാന്ധി പ്രതിനിധീകരിക്കുന്ന റായ്ബറേലി മണ്ഡലം ഇപ്പോൾ ശൂന്യമായി കിടക്കുന്നു. അവിടേക്ക് ആര് വരും എന്നറിയില്ല. ഗാന്ധി കുടുംബം കൊണ്ടു നടന്നിരുന്ന അമേഠി ആകട്ടെ, അവിടെ നിന്ന് രാഹുൽ വയനാടേക്ക് എത്തിയിരിക്കുന്നു. ചിക്ലമംഗൂരുമൊക്കെ ഇന്ദിരാഗാന്ധിയെ അടിയന്തരാവസ്ഥ കാലത്തും മറ്റുമൊക്കെ ജയിപ്പിച്ചുവിട്ട ആന്ധ്രയിലെയും കർണാടകത്തിലെയും മണ്ഡലങ്ങളുമൊക്കെ കോൺഗ്രസിന് അല്ലെങ്കിൽ ഈ ഗാന്ധി കുടുംബത്തിന് വേണ്ടി കാത്തിരുന്ന മണ്ഡലങ്ങളൊക്കെ ഇപ്പോൾ അനാഥമായ അവസ്ഥയിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഗാന്ധി, അതായത് ഈ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവരുടെ രാഷ്ട്രീയ ഭാവി എന്താകും? അല്ല, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ ഒരു ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണ്. അത് ലോകത്തെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എലക്ഷൻ ആണ് നടക്കാൻ പോകുന്നത്. അവിടെ ഞാൻ ഒരു ഫാമിലിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പോകണം എന്നൊരു ആസ്പെക്ട് ഞാൻ വരില്ല. കാരണം കോൺഗ്രസിന് മൊത്തത്തില് അവരുടെ സംഘടനാ സംവിധാനത്തിൽ തന്നെ പല ഫേസ് ലിഫ്റ്റും സംഭവിക്കുന്നുണ്ട്. പണ്ട് ഒരു നിമിഷം ശ്രീ പ്രജീഷ് നിർഭയ്ക്ക് ചോദ്യം ക്ലിയർ ആകാത്തതുകൊണ്ടാണ്. കാരണം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോണിയാഗാന്ധി ആ ഒരു ഗാന്ധി കുടുംബത്തിന് നിയന്ത്രണത്തിൽ പോകുന്ന കോൺഗ്രസ് ആണ്. സ്വാഭാവികമായി കോൺഗ്രസിന്റെ മുഖവും ഇവരൊക്കെ തന്നെയാണ്. പക്ഷെ ഇവരൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുന്ന സാഹചര്യമാണ്. രാഹുൽ ഗാന്ധി മാത്രമാണ് വയനാട്ടിൽ മത്സരിക്കുന്നത്. കാരണം ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ഫാമിലി, അതായത് രാഷ്ട്രീയമല്ല, രാഷ്ട്രീയം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യപ്പെടാം. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിരുന്നത്, ഇല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി അതിനുള്ള കാരണം നമ്മൾ പറയുമല്ലോ, ഒരു കമ്പനി നല്ല സക്സസ്ഫുൾ ആയിട്ട് ഇപ്പൊ നല്ല ലാഭത്തിൽ ഒരു പ്രസ്ഥാനം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും നന്നായിട്ട് അതിൽ നിറഞ്ഞു നിൽക്കും. പക്ഷെ അവരുടെ അടിത്തറ തന്നെ തകർന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പം അവർക്ക് താല്പര്യം ഇല്ലെങ്കിലും ചില തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ. കാരണം ഒരു മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അവർ വരുമ്പം ആ ഇന്ത്യ ഫ്രണ്ട് എന്നുള്ള മുന്നണിയിൽ പല ഡിസ്കഷൻസും വരും. അപ്പൊ അവര് കുറെ നാളുകളായി സ്വീകരിച്ചു പോകുന്ന ഒരു അടവുകളൊന്നും തന്നെ അവർക്ക് പ്രയോഗിക്കാൻ പറ്റണമെന്നില്ല. ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് എന്നുള്ള രീതിയിൽ അവരെടുക്കേണ്ട തീരുമാനങ്ങൾ, നമ്മൾ പറയുമല്ലോ, ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോകുമ്പം നമ്മൾ ആ സമയത്ത് എടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അതിനെ ഞാൻ സത്യം പറഞ്ഞാൽ അതിനെ സ്വാഗതം ചെയ്യണം. കാരണം അവര് പിടിവാശിയോടുകൂടി നിൽക്കാതെ ഒരു നല്ലൊരു ബെറ്റർ കോൾ എടുത്തുകൊണ്ട് നല്ലൊരു ഇലക്ഷനെ ഫേസ് ചെയ്യാൻ അവർ സജ്ജമാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുമ്പത്തെ കാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ചില പിടിവാശികളുണ്ട്. അവർക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം തന്നെയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് പോലുള്ള മഹാനായ വ്യക്തികളെ സൈഡ് ലൈൻ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെയാണ് അവർ 2014 അവരുടെ ഇലക്ഷന് ഭയങ്കര വലിയൊരു തിരിച്ചടി അവർക്ക് വന്നതും. അപ്പൊ ഈ 10 വർഷം നരേന്ദ്രമോദി ഗവൺമെന്റ് നേടിയിട്ടുള്ള നേട്ടങ്ങൾ അതിനെ വെച്ച് നോക്കുമ്പം അവർക്ക് ഈ ഇലക്ഷനിൽ കുറച്ചെങ്കിലും നല്ല പെർഫോം ചെയ്യാൻ ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും ചെയ്യണം എന്നുണ്ടെങ്കിൽ അവര് വ്യക്തമായിട്ട് ഇതുവരെ അവര് പോവാത്ത വഴികളിലൂടെ പോകണം. അവരെടുക്കാത്ത തീരുമാനങ്ങൾ എടുക്കണം. കൂടുതൽ പീപ്പിൾ ഫ്രണ്ട്ലി ആവണം. ഫാമിലി സെൻട്രിക് ആവാതെ പീപ്പിൾ സെൻട്രിക് ആയിട്ട് അവര് പ്രവർത്തിക്കണം എന്നാണ് എന്റെ ഒരു റിക്വസ്റ്റ്. കാരണം ഞാനൊരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് ശബ്ദത്തിൽ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഞാൻ ഫൈസൽ കുളപ്പാടത്തിലേക്ക് പോകുന്നു. അതിനുശേഷം ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ഫൈസൽ കുളപ്പാടം, താങ്കൾ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞു. ഈ സോണിയാഗാന്ധി ഒരു 10 വർഷം മുൻപ്, അതായത് നമ്മുടെ ഈ മൻമോഹൻ സിംഗ് വരുന്ന സമയത്ത് ഈ സോണിയാഗാന്ധി പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തിരുന്നു എങ്കിൽ കോൺഗ്രസ് വളരെ ശക്തമായി മുൻപോട്ട് പോകുമായിരുന്നു എന്നൊരു വലിയ
ഒരു അഭിപ്രായം ഈ കോൺഗ്രസിന്റെ താഴെത്തട്ട് മുതൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്നത്, പലപ്പോഴും നമ്മൾ അത് നിരീക്ഷിക്കുമ്പോൾ അത് ശരിയാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോഴും അതിന്റെ ഒരു ഭരണചക്രം തിരിച്ചിരുന്നത് സോണിയാഗാന്ധി തന്നെയായിരുന്നു. അന്നത് സോണിയാഗാന്ധി എടുത്തിരുന്നത് ഒരു മണ്ടൻ തീരുമാനമായിരുന്നു. കാരണം ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആകുന്നത്. പക്ഷെ അന്നത് എടുത്തിരുന്ന ഒരു മണ്ടൻ, കാരണം അന്ന് സോണിയാഗാന്ധി ആ തീരുമാനം എടുത്തിരുന്നെങ്കിൽ വളരെ സുഗമമായി മുൻപോട്ട് പോകാമായിരുന്നു. ഇത്രയൊന്നും എതിർപ്പ് അതിൽ ഉയർന്നു വരില്ലായിരുന്നു. അങ്ങനെ ആ ഒരു തീരുമാനം തെറ്റായി പോയിരുന്നു എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത്, 10 വർഷമായിട്ട് BJP ഗവൺമെന്റ്, NDA ഗവൺമെന്റ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതിന്റെ ഉത്തരം പറയുമ്പോൾ ഈ മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും കൃത്യമായി അതിൽ തന്നെ വരും. ഇന്ത്യ മഹാരാജ്യത്ത് UPA ഗവൺമെന്റിന്റെ മൻമോഹൻ സിംഗിന്റെ ആ ഭരണകാലത്തുണ്ടായിരുന്ന 10 വർഷങ്ങൾ, അത് നമുക്ക് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആ 10 വർഷങ്ങൾ സുവർണ കാലഘട്ടം എന്ന് നമുക്ക് കൃത്യമായി വിശേഷിപ്പിക്കുവാൻ സാധിക്കും. ഞാൻ വെറുതെ ഒരു വാചക കസറത്തിന് വേണ്ടി പറയുന്ന കാര്യമല്ല. നമ്മളൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യം, ഈ രാജ്യത്തെ അഴിമതികൾ മുഴുവൻ വെളിയിൽ കൊണ്ടുവരുവാൻ വേണ്ടി വിവരാവകാശ നിയമം ഒരു വെള്ള പേപ്പറിനകത്ത് സ്റ്റാമ്പ് ഒട്ടിച്ചുകൊണ്ട് ഏത് ഓഫീസിലും കൊടുത്തു കഴിഞ്ഞാൽ ആ ഓഫീസിൽ ഉൾപ്പെടെ ഈ അധികാര വർഗത്തിലിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും വിവരങ്ങൾ കൃത്യമായി പൗരന് ലഭിക്കുന്ന വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ഗവൺമെന്റാണ് UPA മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ കേരളത്തിൽ 13 രൂപ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഇവർ കൂട്ടിയല്ലോ. ഈ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യ എന്ന് പറയുന്ന ആ രാജ്യത്തിനെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി, ആ മഹാരാജ്യത്തെ ജനങ്ങളുടെ പട്ടിണി മാറ്റിയെടുക്കുവാൻ വേണ്ടി വിഭാവനം ചെയ്ത പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. ഭക്ഷ്യസുരക്ഷാ നിയമം ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ആ ഗവൺമെന്റ് നടപ്പിലാക്കി. ഞാൻ ഒരു ചോദ്യം ഈ അവസരത്തിൽ ചോദിക്കുകയാണ്. 10 വർഷം അധികാരത്തിൽ ഇപ്പോൾ നരേന്ദ്രമോദി തികച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ നരേന്ദ്രമോദി ഈ 10 വർഷം കൊണ്ട് ഇതുപോലെ ജനങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള ഏതെങ്കിലും പദ്ധതി നടപ്പിലാക്കിയോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. നമ്മൾ എല്ലാ ചർച്ചകളിലും പറയുന്നത്, പക്ഷെ പറയാതിരിക്കുവാൻ നിർവാഹമില്ല. മോദി ഇപ്പോൾ ഗ്യാരണ്ടി കാർഡ് ഇറക്കിയാണ് വരുന്നത്. നമുക്കറിയാം, ഒരു സുപ്രഭാതത്തിൽ നോട്ട് നിരോധനം നടത്തി. ഈ സംഖ്യകൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ഈ നോട്ടിനകത്ത് ചിപ്പ് വെച്ചിട്ടുണ്ടെന്ന്, 2000-ന്റെ നോട്ടിനകത്ത് ചിപ്പ് വെച്ചിട്ടുണ്ടെന്നുള്ള പ്രചരണം പോലും നടത്തി. അതിനുശേഷം ഈ സംഖ്യകൾ ഉൾപ്പെടെയുള്ളവർ ബൈക്കിൽ പോകുമ്പോൾ മുകളിലോട്ട് ചരിഞ്ഞിരുന്നാണ് യാത്ര ചെയ്തു പോകുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടതാണ്. എന്തിനാണ് പറഞ്ഞത്? കള്ളപ്പണം മുഴുവൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. എവിടെ കൊണ്ടുവന്ന്? അവിടെ നോട്ട്, ഒരു സുപ്രഭാതത്തിൽ ആ നോട്ട് നിരോധനം നടത്തി. ആയിരക്കണക്കിന് ആളുകൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ നോട്ട് നിരോധിച്ച് ബാങ്കിന്റെ മുന്നിൽ ക്യൂ നിന്ന് എത്ര പേരാണ് കുഴഞ്ഞു വീണ് മരിച്ചത്? അതാണോ മോദി നടത്തിയിട്ടുള്ള വികസനം എന്നുള്ള കാര്യമാണ് ആമുഖമായി എനിക്ക് ചോദിക്കുവാനുള്ളത്. അതിനുശേഷം ഇപ്പോൾ രാജശേഖരൻ അദ്ദേഹം ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എതിർവാദവുമായിട്ട് വരും. പക്ഷേ 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ, സാധാരണക്കാരന്റെ അക്കൗണ്ടിൽ വരുമെന്നുള്ള കാര്യം മോദി പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. ഏതെങ്കിലും സാധാരണക്കാരന്റെ അക്കൗണ്ടിൽ മോദി ഈ പറഞ്ഞിട്ടുള്ള തുകകൾ നിക്ഷേപിച്ചിട്ടുണ്ടോ? നിക്ഷേപിച്ചിട്ടില്ല. നമുക്കറിയാം, ഈ രാമരാജ്യം, അതുപോലെ തന്നെ രാമായണം എല്ലാം നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. അതിൽ ഈ രാമൻ രാജാവ്, അദ്ദേഹത്തിന് ഒരു എന്ന് പറഞ്ഞ ഈ സൗണ്ട് അവിടെ അസ്ത്രം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അസ്ത്രം അവിടെ നമ്മൾ ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് മരണം അടയുന്ന സ്ഥിതിവിശേഷം. അത് ഭാഗമായിട്ട് ഒരു മുനികുമാരൻ മരിച്ചതും അതിന് വന്ന ശാപങ്ങളെല്ലാം കണ്ടതാണ്. ഇവിടെ ഇത്രയും വാഗ്ദാന ലംഘനങ്ങൾ നടത്തിയ ഒരു ഗവൺമെന്റിനെതിരെ ഈ ലക്ഷ്യവേദി ഉപയോഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് അസ്ത്രം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആദ്യം കൊള്ളുന്നത് വാഗ്ദാന ലംഘനങ്ങൾ നടത്തി എല്ലാത്തിനും വില കൂട്ടിയിട്ടുള്ള പിണറായി വിജയൻ ഇതേപോലെ വാഗ്ദാന ലംഘനം നടത്തിയവരുടെ ദേഹത്ത് ഈ അസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് വന്നു കൊള്ളുന്നത് പിണറായി വിജയനിലായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സമീപനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് വിവിധ ഭാഷകൾ, വിവിധ വർണ്ണം, വിവിധ രീതിയിൽ, വിവിധ ജാതി വളർന്ന് മുന്നോട്ട് പോകുന്ന ശരീരത്തിൽ അതിനെ
പോകുന്നത്. ഏക ഭാഷ, ഏക ജാതി, ഏക സംസ്കാരം എന്നുള്ള ഒരു ലക്ഷ്യം നിറവേറ്റുവാൻ വേണ്ടി ഗാന്ധിയുടെ കാര്യത്തിലേക്കാണ് ഞാൻ മഹാരാജ്യത്ത് മുഴുവൻ കാൽനടയായിട്ടും മറ്റും സഞ്ചരിച്ചുകൊണ്ട് ജനങ്ങളെ നേരിട്ട് ഈ ഭാരത് ശേഷം രണ്ടാമതും യാത്ര നടത്തി ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും പോയി അവിടെയുള്ള സാധാരണ കൊണ്ട് ആ സാധാരണക്കാരന്റെ വിഷമം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വിഷമത്തിന് പരിഹാരം കാണത്തക്ക നിലയിൽ ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടുള്ള ഒരു പത്രിക ഇന്ന് ഇപ്പോൾ ഇറക്കാൻ പോവുകയാണ്. ഈ പ്രകടന പത്രിക ഇറക്കുന്നതിന് മുമ്പ് തന്നെ 25 ഇന വാഗ്ദാനങ്ങൾ രാഹുൽ ഗാന്ധി ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ വാഗ്ദാനം മഹാലക്ഷ്മി പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും താഴേക്കടയിലുള്ള സ്ത്രീകൾക്ക് ഒരു വർഷം 1 ലക്ഷം രൂപ ലഭ്യമാകത്തക്ക രീതിയിലുള്ള പദ്ധതിയുമായിട്ട് രാഹുൽ ഗാന്ധി വരും. അങ്ങനെ ഒരു പുതിയ ഒരു കാഴ്ചപ്പാടുമായിട്ടാണ് വരുന്നത്. ഈ നരേന്ദ്രമോദി കടന്നു വന്നതിന് ശേഷം 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ് ആർക്കും തൊഴിൽ കൊടുത്തിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ പല തസ്തികകളും ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പോൾ 50 ലക്ഷം തൊഴിൽ കൃത്യമായി കൊടുത്തുകൊണ്ട് കൃത്യമായി അതിന് OBC SC ST സംവരണം ഏർപ്പെടുത്തുമെന്ന് കൃത്യമായി പറയുന്നു. ജാതി സെൻസസ് കൃത്യമായി നടപ്പിലാക്കി അർഹതയുള്ളവർക്ക് കൃത്യമായി കൊടുക്കുമെന്ന് പറഞ്ഞു. കർഷക ഒരുപാട് പേർ മരണം അടഞ്ഞ ഒരു നാടാണ് മഹാരാജ്യം. നിരവധിയായിട്ടുള്ള ആളുകൾ, നമ്മുടെ നാടിന്റെ നട്ടെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരാണ്. ആ കർഷകർ മരണമടഞ്ഞ കർഷകർ അവരുടെ താങ്ങുവില ലഭ്യമാക്കാത്ത സാഹചര്യത്തിൽ മരണമടയുന്ന അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി, അങ്ങനെ ഒരു വിഷൻ കാഴ്ചപ്പാടുമായിട്ടാണ് ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഞാൻ ഈ പറഞ്ഞു വന്ന 25 ഇന കാര്യങ്ങൾ ഇത് ജനങ്ങളെ ഏറ്റവും അധികം ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് ഫൈസൽ കുളപ്പാടം, നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം അതല്ല. നമ്മുടെ വിഷയം കോൺഗ്രസിന്റെ വിഷയമല്ല. നമ്മുടെ വിഷയം ഈ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ നിറഞ്ഞു നിൽക്കേണ്ട ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് അവരുടെ ഒരു പ്രാധാന്യം ഇല്ല എന്നുള്ളതാണ് പറയുന്നൊക്കെ. നിങ്ങൾ 2 കാര്യം എന്ന് പറഞ്ഞത് കുടുംബാധിപത്യമായി മുന്നോട്ട് പോയ കാര്യമാണ് പറഞ്ഞത്. ഒറ്റ കാര്യം മാത്രം എടുത്തു നോക്കിയാൽ മതി. ഈ ഗാന്ധി കുടുംബത്തിൽ നിന്ന് അല്ലാത്ത ആളുകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ തന്നെ പറഞ്ഞു സോണിയാഗാന്ധിക്ക് വേണമെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനം എടുക്കാൻ വരുന്നു. വെള്ളിത്തളികയിൽ ഈ പ്രധാനമന്ത്രി സ്ഥാനം സോണിയാഗാന്ധിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് നിരസിച്ചിട്ടതാണ്. അപ്പോൾ ഈ ഗാന്ധി കുടുംബത്തിന് ഈ അധികാരത്തിനകത്തൊന്നും അതിനകത്ത് വലിയ താല്പര്യമോ കാര്യങ്ങളോ ഒന്നുമല്ല. ഈ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാഹുൽ ഗാന്ധി മാറി നിന്നുകൊണ്ടുള്ള പ്രവർത്തനം. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഇപ്പോഴും ഭാരത് ജോഡോ ന്യായയാത്ര നടത്തി. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മാത്രമാണ് അവസാനിച്ചത്. അതിനുശേഷം ഇന്ത്യ മഹാരാജ്യത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടി, ജനാധിപത്യം കാത്തു സംരക്ഷിക്കുന്നതിന് പുലർത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ മുഴുവൻ ഓടി നടന്നുകൊണ്ട് സമാനമായി ചിന്താഗതിയുള്ള മുഴുവൻ ആളുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഓരോ വിട്ടുവീഴ്ചകൾ നടത്തി. നേരത്തെ പ്രിയ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ ഓരോ വിട്ടുവീഴ്ചകൾ നടത്തി കൃത്യമായി തന്നെ പല സംസ്ഥാനങ്ങളിലും വിട്ടുവീഴ്ചകൾ നടത്തി ഉൾപ്പെടെ സീറ്റുകൾ നൽകിക്കൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു മുന്നണി സംവിധാനം മാനേജ് ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നു. പിന്നെ എങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി തന്നെയാണ് നയിക്കുന്നത്. ഇന്ത്യ സഖ്യത്തെ നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. പിന്നീട് ഇവിടെ എന്താണ് പ്രശ്നം എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ കാണാനില്ല എന്നുള്ള കാര്യം പറയും. അതിനുശേഷം വീണ്ടും സോണിയാഗാന്ധി എന്തുകൊണ്ട് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വന്നില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് വീണ്ടും പറയുന്നത് കുടുംബാധിപത്യത്തിലേക്ക് പോകുന്ന മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന നമുക്കറിയാം വെറും 2% മാത്രമുള്ള സിഖ് വംശകനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കിയ പാർട്ടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി. അതേപോലെ നിരവധിയായിട്ട് ഞാൻ താങ്കളിലേക്ക് വരാം. KV രാജശേഖറിലേക്ക് പോവുകയാണ്. ഏതായാലും അബ്ദുൽ കലാം താങ്കൾ ഉയർത്തിയ കാര്യങ്ങൾക്കൊരു മറുപടി KV രാജശേഖരൻ ഉണ്ടാകും എന്ന് കരുതുന്നു. ഏതായാലും ശ്രീ KV രാജശേഖരൻ, ഫൈസൽ കുളപ്പാടം പറഞ്ഞത് കേട്ടില്ലേ? അതായത് രാഹുൽ ഗാന്ധി കുടുംബം ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറിയിട്ടില്ല. സജീവമായി തന്നെ രാഹുൽ ഗാന്ധി ഇന്ത്യ ഒട്ടാകെ ഓടി നടന്ന് സമാന ചിന്താഗതിക്കാരെ കുട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു വലിയ പോരാട്ടത്തിന്റെ മുൻനിരയിലാണ്. ഇവിടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, വളരെ സജീവമായിരുന്ന ഗാന്ധി കുടുംബം ഈ തെരഞ്ഞെടുപ്പിനോട് കൂടി അസ്തമിക്കുകയാണ്. കാരണം അത് പറയാനുള്ള ചില കാരണങ്ങൾ എന്ന് പറയാൻ, നമ്മൾ ഇന്ന് ഈ ഡിബേറ്റിനെടുത്ത ഒരു വിഷയത്തിന് വലിയ പ്രാധാന്യമുണ്ട് എങ്കിൽ പോലും അതിലേറെ പ്രാധാന്യമായ ചില മണ്ഡലങ്ങൾ ഈ രാജ്യത്തുണ്ട്. അതായത് അമേഠിയും റായ്ബറേലിയും ചിക്ലമംഗ്ലൂരും പോലുള്ള മണ്ഡലങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. ഇത്തവണ ഉത്തർപ്രദേശിൽ റായ്ബറേലിലും അമേഠിയിലും ഒന്നും ആ കുടുംബത്തിൽ നിന്നും ആരുമില്ല എന്ന് പറയുമ്പോൾ പരാജയം മണത്തെറിഞ്ഞ് പിന്മാറിയതാണോ അതോ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയതാണോ? ഏതായാലും
ഫൈസൽ കുളപ്പാടത്തിന്റെ ആ മറുപടി താങ്കൾ കേട്ട് കാണാം. അതിനും ഇതിനും ചേർത്ത് താങ്കൾക്ക് മറുപടി പറയാം. ശ്രീ കെ വി രാജശേഖരൻ. കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ, കേൾക്കാം. പറയാൻ വരുന്നത്, ശ്രീ ഫസൽ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ മറുപടിയുണ്ട്. നമ്മുടെ ചർച്ചയ്ക്ക് അരമണിക്കൂർ എന്നുള്ളൊരു പരിമിതി അതുകൊണ്ട് വിട്ടുകളയുന്നു. ഒന്നാമത് വീണ്ടും അദ്ദേഹത്തോട് ആ 15 ലക്ഷം എന്ന് പറയുന്ന ആ വീഡിയോ ഒന്ന് കേൾക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. ഒന്ന്. രണ്ട്, സംഖ്യകൾ എന്ന പദപ്രയോഗം അദ്ദേഹം നടത്തിയതിനോട് ഞാൻ ശക്തമായി എതിർപ്പ് പറയുന്നു. ശ്രീ ഫൈസലിനെ ഞാൻ ചുടാപ്പി എന്ന് വിളിക്കുന്ന രീതി എനിക്കില്ല. രാജശേഖരൻ, സംഖ്യ ഒരു മോശം പദപ്രയോഗം അല്ല, അല്ല മോശം പദപ്രയോഗം അല്ലത്. ഏറ്റവും വലിയ സംഖ്യകളാണ് പോലും പറയാതിരുന്ന ശ്രീ ഫൈസൽ കുളപ്പാടം, രാജശേഖരൻ സംസാരിച്ചോളൂ. അങ്ങ് തന്നെയാണ് സ്വയം അല്ലാത്ത രീതിയിൽ പരിചയപ്പെടുത്തിയത്. രണ്ട്, അവതാരകൻ തന്നെ പറഞ്ഞു സോണിയാഗാന്ധിക്ക് വേണമെങ്കിൽ പ്രധാനമന്ത്രി ആകാമായിരുന്നു എന്ന്. അങ്ങനെ ഒരു സാഹചര്യം ഭാരതത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രിയാകുന്നതിന് ഞാൻ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു എന്ന് രാഷ്ട്രപതി ഭവന്റെ മുമ്പിലുള്ള മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ശേഷം അന്നത്തെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിനെ കണ്ടിട്ട് തിരിച്ചു വന്നപ്പം അങ്ങോട്ട് പറഞ്ഞു പോയ കാര്യം നടക്കില്ല എന്ന് ഉറപ്പായപ്പം ഒരു പകരക്കാരനെ ഇരുത്തുകയാണ് ചെയ്തത്. അവിടെയും പ്രണബ് മുഖർജിയെ പോലെയുള്ള രാഷ്ട്രീയ പരിചയമുള്ള അതിപ്രഗത്ഭനായ ഒരാൾ ഉണ്ടായിട്ടും അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് ഞാൻ അനുസരിക്കുന്ന മൻമോഹൻ സിംഗിനെ ആക്കി. ഒന്ന്. രണ്ട്, ഇത് മാത്രമല്ല, 1998 വാജ്പേയി സർക്കാർ രാജിവെക്കുമ്പം അന്ന് സോണിയ പറഞ്ഞാൽ കേൾക്കുന്ന രാഷ്ട്രപതിയായിരുന്നു KR നാരായണൻ. സോണിയയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടിയുള്ള പ്രതിബദ്ധത പ്രകടമാക്കിയ രാഷ്ട്രപതി. ആ KR നാരായണൻ പറഞ്ഞത് I have 272 members with me. എന്നോടൊപ്പം 272 മെമ്പർമാരുണ്ട് എന്ന് പറഞ്ഞ് ആ ലിസ്റ്റുമായിട്ട് പ്രധാനമന്ത്രി പദം യാചിച്ചുകൊണ്ട് രാഷ്ട്രപതിയെ കാണാൻ പോയതാണ് സോണിയാഗാന്ധി. അത് നടക്കാതെ പോയത് ജോർജ് ഫെർണാണ്ടസ് പരേതനായ മുലായം സിംഗ് യാദവിനെയും ലാൽകൃഷ്ണ അഡ്വാനിയെയും ഒന്നിച്ചിരുത്തി ഉണ്ടാക്കിയ രാഷ്ട്രീയ ധാരണയുടെ ഭാഗമായി ഒരു വിദേശ വനിത, ഒരു കഴിവുകെട്ട, രാജ്യത്തോട് താല്പര്യമില്ലാത്ത വിദേശ വനിത ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാകുന്നതിന് തങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന് മുലായം സിംഗ് യാദവ് പറഞ്ഞെടുത്തതാണ് 98 അവസരം സോണിയയ്ക്ക് നഷ്ടപ്പെട്ടത്. രണ്ടാമത് നഷ്ടപ്പെട്ടത് ഭാരതം കണ്ട ഏറ്റവും പ്രഗത്ഭനായ APJ അബ്ദുൽ കലാം പുറത്തേക്കുള്ള വഴി കാണിച്ചത് കൊണ്ടാണ് സോണിയയ്ക്ക് പ്രധാനമന്ത്രിയാകാൻ പറ്റാതെ പോയത്. അതൊക്കെ നിൽക്കട്ടെ. ചർച്ചയുടെ പ്രധാനപ്പെട്ട വിഷയം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എന്താകും ഭാരതത്തിൽ. അങ്ങ് പറഞ്ഞ ആ ഗണ്ഡി കുടുംബത്തിന്റെ, ഗാന്ധി എന്ന പേര് മാറ്റി ഗണ്ഡി എന്ന പേര് സ്വീകരിച്ച ആ കുടുംബത്തിന്റെ രാഷ്ട്രീയ അവസ്ഥ എന്താകുന്നൊരു ചോദ്യമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. അത് പറയുമ്പോൾ ഇന്നലെ റോബർട്ട് വധേര അമേഠിയിൽ നിന്ന് മത്സരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ സാഹചര്യം കൂടി കണക്കിലെടുക്കണം. സോണിയാഗാന്ധി രാജ്യസഭയിലെത്തി, ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു. രാഹുൽ പാവം അമേഠിയിൽ നിന്ന് തോക്കുമെന്ന് ഉറപ്പായപ്പോ വയനാട്ട് വന്ന സ്വന്തം പാർട്ടികളെ കോടി വരെ ഉപേക്ഷിച്ച്
കൊടിയും വേണ്ട, വടിയും വേണ്ട, പിടിയും വേണ്ട എന്ന് പറഞ്ഞ് അവിടെ ഒന്ന് മത്സരിച്ച് ജയിക്കുവാൻ ശ്രമിക്കുകയാണ്. കാരണമുണ്ട്. അവിടെ പച്ച കൊടിയും പിടിച്ച പാകിസ്ഥാന്റെ സ്മരണയുള്ള ഒരു ന്യൂനപക്ഷ വർഗീയതയുടെ ആറ്റ് നോറ്റ് വളർത്തിക്കൊണ്ടുവന്ന ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു വോട്ട് ബാങ്ക്, ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ഉണ്ട്. അങ്ങനെ രണ്ട് നോട്ട് ബാങ്കിന്റെ പിന്തുണയോടുകൂടി കോൺഗ്രസിനപ്പുറം മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടി ജയിക്കാൻ വേണ്ടി രാഹുലിന് നല്ല ആശംസകൾ നേരുന്നു. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി കേരളത്തിന് പുറത്തോ കേരളത്തിൽ തന്നെയാണെങ്കിൽ തിരുവനന്തപുരം പോലെയുള്ള ഒരു എല്ലാ സമൂഹത്തിനും എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യമായ പ്രാധാന്യമുള്ള സ്ഥലത്തോ മത്സരിക്കാൻ തയ്യാറായിരുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് ആ വിവരം പിടികിട്ടുന്നത്. അദ്ദേഹത്തിന് ആകെപ്പാട് രക്ഷയുള്ളത് പാകിസ്ഥാന്റെയും ചൈനയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. അത് മുസ്ലിം ലീഗാണെങ്കിലും നക്സലുകളാണെങ്കിലും കേരളത്തിന് പുറത്ത് കമ്മ്യൂണിസ്റ്റുകളാണെങ്കിലും അവരുടെയൊക്കെ പിന്തുണയോടുകൂടി ഒരു രാജ്യവിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഹിന്ദു വിരുദ്ധ വർഗീയതയുടെ അജണ്ടയിൽ കൂടി പോയെങ്കിലും എന്തെങ്കിലും സാധ്യതയുള്ളൂ എന്നാണ് അവസ്ഥ. പിന്നെ അങ്ങ് ചോദിച്ചൊരു കാര്യം വളരെ പ്രധാനമാണ്. ഇവർക്ക് അർഹിക്കപ്പെട്ടതൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഈ ഗണ്ഡി കുടുംബത്തിന് തന്നെ അർഹിക്കപ്പെട്ടതൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം അനർഹമായി അവർ നേടിയെടുത്തതൊക്കെ നഷ്ടപ്പെടേണ്ടി വരും. പ്രിയക്കയുടെ കുട്ടികൾക്കോ അവരുടെ കുട്ടികൾക്കോ നാളത്തെ ഭാരതത്തിൽ എന്റെയോ സഹ പാനലിസ്റ്റുകളുടെയോ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഉള്ള സ്വാതന്ത്ര്യം മുഴുവൻ അവർക്ക് ലഭിക്കും. അങ്ങനെയാണ് ഭാരതീയ ജനാധിപത്യം വളർന്നിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിലാണ് ഭാരതീയ ജനാധിപത്യം. ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരൻ ഹിന്ദു ജനസമൂഹം അവരെ അധികവൽക്കരിച്ച് അവരെ ഒഴിവാക്കി അവരെ അവഗണിച്ച് അവരുടെ താല്പര്യങ്ങളുടെ മേളിൽ ഒരു തരത്തിലുള്ള പരിഗണനയും കൊടുക്കാതെ ഭരിച്ച നെഹ്റു പറഞ്ഞത് എന്തായിരുന്നു? ബൈ എഡ്യൂക്കേഷൻ ഐ ആം എ ക്രിസ്ത്യൻ, ബൈ കൾച്ചർ ഐ ആം എ ഹിന്ദു, only because of accident, only by accident of birth I am a Hindu. ഞാൻ വിദ്യാഭ്യാസം കൊണ്ട് ക്രിസ്ത്യനാണ്, സംസ്കാരം കൊണ്ട് മുസ്ലിമാണ്, ജന്മം എന്ന അപകടം കൊണ്ട് മാത്രം ഞാൻ ഹിന്ദുവാണെന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റു തുടങ്ങി വെച്ച ആ ന്യൂനപക്ഷ പരിഗണനത്തിന്റെ രാഷ്ട്രീയം അവസാനിക്കുന്നു. അതുപോലെ ഇവിടെ എല്ലാവർക്കും തുല്യ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് और सबका प्रयास. ഇതിപ്പോൾ ശ്രീ കെ വി രാജശേഖരൻ, താങ്കൾ ഇപ്പോൾ ഇവിടെ ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾ ഇവിടെ സൂചിപ്പിച്ചു റോബർട്ട് വധേര താങ്കൾ സംസാരിച്ചു വന്നപ്പോൾ സാന്ദർഭികമായി കടന്നു വന്നതാണ് എങ്കിൽ പോലും അതും ആ കുടുംബവുമായി ബന്ധപ്പെട്ടാണ്. ശ്രീ പ്രജീഷ് നിർഭയ ഇവിടെ ഒരു വലിയ വിവാദം കഴിഞ്ഞ് കുറെ ദിവസങ്ങളായി കത്തി നിൽക്കുന്നു. മാധ്യമങ്ങൾ അത് എത്രത്തോളം ക്യാരി ചെയ്തിട്ടുണ്ട് എന്നറിയില്ല. കാരണം ഈ റോബർട്ട് വധേര ഉൾപ്പെടുന്ന കമ്പനി BJP, ആ കമ്പനി എന്ന് പറയുന്ന അനവധി കേസുകളുള്ള ഒരു നിഴലിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനി BJPക്ക് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി വലിയ രീതിയിൽ ഫണ്ട് കൊടുത്തിട്ടുള്ള ഒരു വിവാദം കത്തി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇവിടെയാണ് ഈ റോബർട്ട് വദ്ര ഈ റായ്ബറേലിയിലേക്ക് മത്സരിക്കാൻ വരും എന്ന് പറയുന്നത്. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ഒരു വിരോധാഭാസം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഗാന്ധി കുടുംബത്തിലുള്ള ഒരാൾ, കോൺഗ്രസിന്റെ ആൾ റായ്ബറേലിൽ മത്സരിക്കാൻ പോകുന്ന ആൾ, അതേ സമയം തന്നെ BJPയുടെ കമ്പനിക്ക് BJPയിലേക്ക് വലിയ ഫണ്ട് നൽകിയ ഒരു കറപ്ഷൻ കമ്പനിയുടെ ആളുമാണ്. അല്ല, ഇവരൊക്കെ പറയുന്ന ഒരു പുള്ളിക്കാരൻ തന്നെ നമ്മുടെ രാജശേഖരൻ, ഞാൻ അങ്ങോട്ട് വരാം, താങ്കളിലേക്ക് വരാം. പ്രജീഷ് നിർഭയയിലേക്കാണ് പോകുന്നത്. അദ്ദേഹം പറഞ്ഞത് താങ്കളിലേക്ക് വരാം.
പറഞ്ഞോളൂ പ്രജീഷ്. ഇപ്പൊ റോബർട്ട് വധേരയുടെ കാര്യത്തിലേക്ക് വരുമ്പം ഈ ഞാൻ മനസ്സിലാക്കുന്നത് പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന്റെ ഒക്കെ തന്നെ ഏറ്റവും മികച്ച ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ് ഈ റോബർട്ട് വധേര. ഈ പണ്ട് തൊട്ടേ ഈ പേര് കേൾക്കുമ്പോൾ എനിക്ക് അത്ര വലിയ കംഫർട്ടബിൾ ആയിട്ട് തോന്നാറൊന്നുമില്ല. അവരുടെ ഫാമിലി മെമ്പർ എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ അദ്ദേഹത്തിന് ഒരു ഇന്ത്യൻ പൊളിറ്റിക്കൽ സെനാരിയോയിൽ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഫോക്കസിലേക്കൊന്നും കൂടുതൽ പോവാതെ കോൺഗ്രസ് ഇപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്ന അവരുടെ ആക്ടിവിറ്റീസ്, അവര് സ്റ്റേറ്റ് വൈസ് ആയിട്ട് അവർ തിരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് വെച്ച് പോകുന്നതാണ് ലോങ് റണ്ണിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ എനിക്കിപ്പോ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ഫാമിലിനെ മൊത്തത്തിൽ മാറ്റിവെക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചില കോംപ്രമൈസുകൾ നടക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇപ്പം ഈ റോബർട്ട് വധേരനെ കുറിച്ച് പറയുമ്പം അദ്ദേഹം നല്ലൊരു ബിസിനസ്മാനും കൂടിയാണ്, നല്ലൊരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന്റെ ഒരു വക്താവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ബി.ജെ.പിയുടെ ഇലക്ട്രൽ ബോൺസ് ഇവരുടെ കമ്പനി പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുന്നത്. പക്ഷെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം പറയാം. ഇപ്പം ഞാൻ നരേന്ദ്രമോദി ഗവൺമെന്റിനെ ഫുള്ളി സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും 10-30 വർഷം കൊണ്ട് കോൺഗ്രസിന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ 10 വർഷം കൊണ്ട് നരേന്ദ്രമോദിക്ക് ചില സെക്ടേഴ്സിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. എസ്പെഷ്യലി ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെയുള്ള അത് തന്നെയാണ് ഈ ഫൈസൽ കുളപ്പാടം പറഞ്ഞതും അത് തന്നെയാണ്. മൻമോഹൻ സിംഗിന്റെ കാലത്ത് കാര്യങ്ങളാണ് അതിന്റെ. നേരെ മറിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നല്ല ആശങ്കയുമുണ്ട്. അപ്പൊ ഞാനൊരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എന്റെ ഒരു ആഗ്രഹം പറയുന്നത് ഒരു 300+ ഒരു NDA നേടിയാലും ഒരു 200+ എങ്കിലും ഇന്ത്യ മുന്നണി ഇത്തവണ നേടാൻ സാധിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒപ്പോസിഷൻ ഇവിടെ നമുക്ക് ഉണ്ടാവും. അത് 2029 എൻകാഷ് ചെയ്യാൻ കോൺഗ്രസിന് പറ്റും. ആ ടൈം അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നല്ലൊരു സ്ട്രോങ് പ്രതിപക്ഷത്തെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് 2029 ഇലക്ഷന് വേണ്ടി ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് അവർ 5 വർഷം നിർത്താതെ പണിയെടുക്കണം. കാരണം പ്രജീഷ് ഞാൻ എന്ന് ഇടപെടുന്നു, ഇതിന് കൂടെ തന്നെയുള്ള ഒരു ചോദ്യം തന്നെയാണ് ഈ നമ്മൾ ഇനിയിപ്പോ ഈ 5 വർഷം താങ്കൾ പറഞ്ഞ 2029 കോൺഗ്രസ് സജ്ജമാകണമെങ്കിൽ അവരിപ്പോൾ, അതായത് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് ദക്ഷിണേന്ത്യയാണ്. ദക്ഷിണേന്ത്യയെ സംബന്ധിച്ച് അവർക്ക് ശ്രദ്ധ പതിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അവർ ഏറ്റവും സ്ട്രോങ് ഹോൾഡ് ഏരിയ ആണ്, അവർക്ക് ഏറ്റവും ശക്തമായ നിലയാണ്. അവർ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ഉത്തരേന്ത്യയിലാണ്. പക്ഷെ നമ്മൾ നോക്കൂ, രാഹുൽ ഗാന്ധി പോലും മത്സരിക്കുന്നത് കേവലം 20 സീറ്റുള്ള കേരളത്തിലാണ്, വയനാടാണ് മത്സരിക്കുന്നത്. ശരിക്കും ഇദ്ദേഹം മത്സരിക്കേണ്ടിയിരുന്നത് ഒന്നുകിൽ തെലങ്കാനയിൽ നിന്നാകാം, അതാകുമ്പോൾ ഏകദേശം മധ്യഭാഗം എന്ന് പറയാൻ കഴിയും. ഇല്ല എങ്കിൽ മധ്യപ്രദേശും രാജസ്ഥാനും ഒക്കെ അവർ സ്ട്രോങ് ഹോൾഡ് ഏരിയകളാണ്. യു പി ചിലപ്പോൾ അവർക്ക് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജയിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതില്ലെങ്കിൽ പോലും അവർക്ക് സ്ട്രോങ് ഹോൾഡ് ഏരിയ ആയിട്ടുള്ള ഒരുപാട് സംസ്ഥാനങ്ങൾ ഈ നോർത്ത് ഇന്ത്യയിലുണ്ട്. അവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഈ വയനാട്ടേക്കുള്ള വരവ്. തുടരാം. അതാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഹിന്ദി ഹൃദയഭൂമി ബി.ജെ.പി വളരെ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയുമ്പോൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ബീഹാർ, ഒറീസ, ആ ഒരു ഡൽഹി ബെൽറ്റ് ഉണ്ടല്ലോ, അവർ വളരെ സ്ട്രോങ് ആയിട്ടാണ് ബി.ജെ.പി അവിടെ പ്രവർത്തിച്ചു വരുന്നത്. അതിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് കാണുന്ന രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു ലൈവ് ഫുൾ ഫ്രണ്ട് ഡെഡിക്കേഷൻ വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2019 ശേഷമാണ്. അതൊരു 2014 തൊട്ടേ പുള്ളി എഫേർട്ട് എടുത്തിരുന്നെങ്കിൽ ഇത്തവണ ഉറപ്പായിട്ടും പ്രൈം മിനിസ്റ്റർ ആവാനുള്ള എല്ലാ യോഗ്യതയും അദ്ദേഹത്തിന് നേടാൻ പറ്റുമായിരുന്നു. ഇതിൽ ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ട് പറയേണ്ട പുള്ളിയുടെ ഭാരത് ജോഡോ യാത്രയാണ് കുറച്ചെങ്കിലും പാൻ ഇന്ത്യൻ ലെവലിൽ അദ്ദേഹത്തിന് ഒരു സപ്പോർട്ട് നേടിക്കൊടുത്തത്. അതിന് അവർ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. പക്ഷെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും എഫേർട്ട് എടുക്കണം. ഞാൻ വിശ്വസിക്കുന്നത് പ്രകൃതി ഏറ്റവും കൂടുതൽ റിസൾട്ട് കൊടുക്കുന്ന, ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ആൾക്കാണ് നരേന്ദ്രമോദി. അത് മുമ്പേ തുടങ്ങിയത് കൊണ്ട് അദ്ദേഹത്തിന് കുറെ ബെനിഫിറ്റ്സ് കിട്ടും. അത് ഈ ഇലക്ഷന് ഉറപ്പായിട്ടും കിട്ടും. രാഹുൽ ഗാന്ധി ഇത് 2019 ശേഷമാണ് ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് കുറച്ചുകൂടി സമയമെടുക്കും. പക്ഷെ ആ ക്ഷമയും ഈ മുന്നണി സംവിധാനവും എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനുള്ള ഒരു പവർ അവരെടുത്താൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അപ്പം ഇവര് നേടിയിട്ടുള്ള പല കാര്യങ്ങളെയും കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു വിഷൻ കൊടുക്കാൻ ഇദ്ദേഹത്തിന് പറ്റണം. ഒരു സ്ട്രഗിളിംഗ് ലീഡറിൽ നിന്നും ഒരു സക്സസ്ഫുൾ ലീഡറിലേക്ക് ഈ രാഹുൽ ഗാന്ധിക്ക് വരാൻ കഴിയണം. അതിപ്പോ കുടുംബമായാലും മുന്നണി ആയാലും അതൊന്നും ഫോക്കസ് ചെയ്യാതെ ഇന്ത്യ എന്നുള്ള ഒരു ആശയത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നല്ല ഗവൺമെന്റിനെയും കിട്ടും, നല്ല ഒപ്പോസിഷനും കിട്ടും. അതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആർക്കാണ്? ഈ രാജ്യത്തെ ഓരോ പൗരന്മാർക്കാണ്. നമുക്ക് ചർച്ച അവസാനിക്കാൻ സമയം വളരെ കുറച്ചുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി 2 അതിഥികളിലേക്കും പോകേണ്ടതായിട്ടുണ്ട്. ഫൈസൽ കുളപ്പാടം, ഇവിടെ ഈ ബി.ജെ.പി ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് 350 സീറ്റ് എന്നായിരുന്നു. പിന്നീട് അവരത് 370 ആക്കി. ഇപ്പോൾ അവർ 400 സീറ്റ് പറയുന്നു. അതിനർത്ഥം ഈ പ്രതിപക്ഷം ശരിക്കും പറഞ്ഞാൽ ഈ ബി.ജെ.പി ഈ 400 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ വിശ്വസിക്കാൻ വളരെ പ്രയാസകരമായ ഒരു സംഖ്യ തന്നെയാണ് 400. പക്ഷേ ഈ പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ആത്മവിശ്വാസക്കുറവാണോ ഈ അടിക്കടി അവരുടെ ടാർഗറ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്? 350, പിന്നെ 370 ആകുന്നു, പിന്നെ 400 ആകുന്നു.
അത് ഒരു പ്രതിപക്ഷം അവർക്ക് കൊടുക്കുന്നത്, കോൺഗ്രസ് അവർക്ക് കൊടുക്കുന്ന ഒരു അടിയാണ്. കാരണം എന്താന്ന് ഞാൻ ചോദിച്ചു, ചോദ്യം ഞാൻ പെട്ടെന്ന് പൂർത്തിയാക്കാം. അതായത് ഒരു ശക്തമായ ഒരു ഒപ്പോസിഷൻ നിരയിലേക്ക് കോൺഗ്രസ് ഉയരുന്നില്ല എന്നൊരു തോന്നൽ ഉളവാക്കുന്നുണ്ട്. അല്ല, ഈ കോൺഗ്രസിന്റെ ആശങ്കകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അതിനു മുമ്പ് രാജശേഖരൻ അവർ സൂചിപ്പിച്ച ഒന്ന് രണ്ട് വിഷയങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഞാനങ്ങ് മറുപടി അതിനകത്ത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒന്നാമത് അദ്ദേഹം പറഞ്ഞു സോണിയാഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനം വേണ്ട, മാറി നിന്നു എന്നൊക്കെ, അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യൻ പാർലമെന്റിൽ ജയിച്ച ഒരാൾക്ക് പ്രധാനമന്ത്രിയാകുന്നതിന് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത് ഈ മണ്ടത്തരം പറയുകയും അത് സ്വയം വിഴുങ്ങുകയും ചെയ്യുന്ന ഈ സംഘികൾ എന്ന് പറയുമ്പോൾ അഭിമാനത്തോടു കൂടിയേ നിങ്ങൾ കാണാവുള്ളൂ. കാര്യം ഫേസ്ബുക്കിൽ ഉൾപ്പെടെ സംഘികൾ എന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനത്തോടു കൂടിയേ കാണാവുള്ളൂ. ഗണ്ഡി കുടുംബം എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞു. ഈ അടുത്ത സമയത്ത് സവർക്കറുടെ ഒരു ചിത്രം ഇറക്കി. ഈ ചിത്രം എടുത്ത ആളും അദ്ദേഹത്തിന്റെ കുടുംബം ഉൾപ്പെടെയുള്ളത് പണയം വെച്ചെടുത്ത ചിത്രം പൊട്ടിപ്പോയി. എന്തുകൊണ്ടാ പൊട്ടിപ്പോയത്? സവർക്കറിന്റെ ചിത്രം എടുക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബ്രിട്ടീഷുകാർക്ക് ഷൂ നക്കി കൊടുത്ത, ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്ത കാര്യങ്ങൾ കൃത്യമായി ആ സിനിമയിൽ കാണിക്കാത്തതിന്റെ ഭാഗമായി ഇന്ത്യയിലെ ജനങ്ങൾ കണ്ടില്ല, ആ സിനിമ കണ്ടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് പൊട്ടിപ്പൊളിച്ചു പോയത്. നമുക്കറിയാം ഈ ഹൈന്ദവ കാലഗണന പ്രകാരം ഇപ്പോൾ കലികാലമാണ് നമ്മൾ കണക്കാക്കുന്നു. ഈ കലികാലത്തിൽ മഹർഷി കലികാലത്തെ കുറിച്ച് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഈ ശൂദ്രർ ബ്രാഹ്മണരുടെ പണി ചെയ്യും, കാക്കകളുടെ എണ്ണം വർദ്ധിക്കും, അസത്യവാദികൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അസത്യവാദികൾ വർദ്ധിക്കും, നമ്മുടെ നാട്ടിൽ അസത്യവാദികൾ വർദ്ധിക്കും. അതിനോടൊപ്പം തന്നെ ഈ മ്ലേച്ഛന്മാര് രാജരൂപം പൂണ്ട് മുന്നോട്ട് പോകും. അങ്ങനെ രാജാക്കന്മാരാകും ഈ മ്ലേച്ഛന്മാർ. ഈ കുറച്ചു കാലം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ രാജാക്കന്മാരായ മ്ലേച്ഛന്മാർ എന്തോ ചെയ്യും? പ്രജകളെ ഭക്ഷിക്കുന്ന ഒരു കാലഘട്ടം വരും. അങ്ങനെ മ്ലേച്ഛനായി പ്രജകളെ ഭക്ഷിക്കുന്ന ഒരു രാജാവായി നരേന്ദ്രമോദി മാറിയിരിക്കുകയാണ്. ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് വിഷ്ണുവിന്റെ പത്താമത്തെ അവതാരമായ കൽക്കി വന്നുകൊണ്ട് ഈ പറയുന്ന ഈ 4 ആശ്രമങ്ങളും തെറ്റിച്ച് മുന്നോട്ട് പോയവരെ എല്ലാം വധിച്ചുകൊണ്ട് നേരെ കൊണ്ടുവരുന്ന ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യങ്ങളിലേക്ക് വരികയാണ്. ഇന്ത്യ മുന്നണി ഇപ്പോൾ NDA വളരെ പെട്ടെന്ന് പറയൂ. വളരെ പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് അവസാനിക്കുക. 400 സീറ്റ് നേടുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്വയം വിലയിരുത്തി നോക്കുക. കേരളത്തിൽ ഏതെങ്കിലും സീറ്റ് ഉണ്ടോ? ഒന്നുമില്ല. ഇപ്പോൾ അവർ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, അതേപോലെ തന്നെ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള, തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മുഴുവൻ സീറ്റിലും അവരാണ് ജയിച്ചത്. ഇനി കർണാടക ഉൾപ്പെടെ ഏതെങ്കിലും സീറ്റ് അവർക്ക് കിട്ടാനുണ്ടോ? അന്ന് അത്രയും സീറ്റ് ലഭിച്ചിട്ടും NDA മുന്നണിക്ക് കിട്ടിയ സീറ്റ് എത്രയാണെന്ന് അറിയാമല്ലോ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു രീതി ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കർണാടകയിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 20 സീറ്റ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുന്നണിക്ക് കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. തെലങ്കാനയിൽ സീറ്റ് കിട്ടുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. രാജസ്ഥാനിൽ 40% വോട്ട് കോൺഗ്രസ്. നമുക്ക് അത് വേറൊരു ദിവസം ഡിബേറ്റിന് വിധേയമാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നമുക്ക് ഈ ദക്ഷിണേന്ത്യയിൽ കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം. ഏതായാലും നമുക്ക് ചാനലിന്റെ ഒരു ചർച്ചയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഏതായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുന്നു. KV രാജശേഖരൻ, ഫൈസൽ, കുളപ്പാടം, പ്രജീഷ്, നിർഭയ എന്നിവർക്ക് ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി. നാളെ നമ്മൾ മറ്റൊരു വിഷയമായി, ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ദക്ഷിണേന്ത്യയിലെ ഒരു സീറ്റിന്റെ ഒരു ചർച്ച നടത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. ഏതായാലും അത്തരത്തിലൊരു ചർച്ചയുമായി നമുക്ക് വരും ദിവസങ്ങൾ വീണ്ടും കണ്ടുപിട്ട സമയക്കുറവ് മൂലമാണ് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഏതായാലും എല്ലാവർക്കും നന്ദി, പ്രേക്ഷകർക്കും നന്ദി. നാളെ മറ്റൊരു വിഷയമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.